നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. നറുമലരുകൾ വിരിയുന്ന പുതുവസന്തം നിറയുന്ന ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. നിഷ്കളങ്കരായ നമ്മുടെ സ്വന്തം കൂട്ടുകാർക്കൊപ്പം ആദ്യമായൊരു കാനന യാത്ര. എല്ലാരും റെഡിയല്ലേ? ദാ നമ്മുടെ പ്രിയപ്പെട്ട കാട്ടിലെ കൂട്ടുകാർ. ഞാൻ എന്ത് ചെയ്താലും കുറ്റം. എല്ലാവരും എന്നെ കളിയാക്കും. ഇപ്പതേ എന്നെ കളിക്കാനും കൂട്ടുകൂടാനും ഒന്നും ആരും ഇഷ്ടപ്പെടുന്നില്ല. അതൊക്കെ പപ്പീസിന് വെറുതെ തോന്നുന്നതാ. അത് കോരു എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലേ. എന്നെ കൂടെ കൂട്ടുന്നത് നാഷണൽ വേസ്റ്റ് ആണെന്നാ എല്ലാവരും പറയുന്നേ. ദേ എനിക്ക് നിങ്ങളുടെ കൂടെ കൂടണം. അതൊക്കെ സാധിക്കും പപ്പീസേ, സമാധാനമായിട്ട് ഇരിക്കും. എല്ലാവരും എന്നെ അംഗീകരിക്കണം. എന്റെ കഴിവ് കണ്ട് എന്നെ കൂടെ കൂട്ടണം. അതിനൊരു വഴി പറഞ്ഞതാ കോരു. അതായത് പപ്പീസിന്റെ കഴിവ് മറ്റുള്ളവർ കണ്ട് അവർ പപ്പീസിനെ അംഗീകരിച്ച് അവരുടെ കൂടെ കൂട്ടണം. അതന്നെ അതാണ് എന്റെ ലക്ഷ്യം. ഞാനൊന്ന് ആലോചിക്കട്ടെ കേട്ടോ. കോരു, ഞാനൊന്ന് വീട് വരെ പോയിട്ട് ഇപ്പൊ വരാം. കുറെ നേരമായി വീട്ടിൽ നിന്നും വന്നിട്ടേ. പോയി വരൂ. പിന്നെ കോരു, എന്തെങ്കിലും ഐഡിയ കിട്ടണം. ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞില്ലേ. ഓക്കെ. കൊള്ളാം. അപകർഷതാബോധം, മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ലേ എന്നൊരു തോന്നൽ. പാവം, വളരെ മനപ്രയാസം അനുഭവിക്കുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യണം. പക്ഷേ എന്ത് ചെയ്യാനാ? ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. എന്തെങ്കിലും വഴി കണ്ടെത്തി പപ്പീസിനെ രക്ഷിച്ചേ പറ്റൂ. ഒന്ന് വേഗം കിടന്നെടുക്ക്. കുറച്ച് ദിവസമായില്ലേ നമ്മൾ കളിച്ചിട്ട്. അതെ, കോളേജ് തുറന്നേ പിന്നെ ഒരു ദിവസം പോലും അവധിയില്ലാത്ത പ്രശ്നം. നിങ്ങൾ സമയം കളയാതെ വേഗം നടന്നേ. എന്റെ കപിലെ ഇന്ന് ഫുൾ ടൈം കളിയാ. അപ്പൊ ഫുഡിങ് ടച്ചിങ് എങ്ങനെയാ? എപ്പം നോക്കിയാലും തീറ്റെന്നുള്ള വിചാരമുള്ളൂ. സമയം വളരെ വിഷമത്തിലാണല്ലോ. നമുക്ക് കളിക്കാൻ വരണോ ചോദിച്ചാലോ? എങ്ങോട്ടാ നമ്മുടെ കൂടെ കളിക്കാൻ വരണ്ട നീ? നിങ്ങൾ വലിയ ആളുകളല്ലേ, എന്നെ പോലെയുള്ളവരെ കൂട്ടില്ലല്ലോ. പിന്നെ നിങ്ങൾ പല സ്ഥലത്തും എന്നെ ഒഴിവാക്കിയില്ലേ, കളിക്കാനും പഠിക്കാനും ആഘോഷങ്ങൾക്കും ഒക്കെ. തോന്നില്ലട്ടാ. ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ തക്കതായ കാരണം ഉണ്ടാവും. എനിക്ക് നിങ്ങളുടെ കൂടെ കൂടാനുള്ള കഴിവൊന്നുമില്ലല്ലോ അല്ലേ. സ്വന്തം കഴിവുകൾ നമ്മൾ തന്നെ തെളിയിക്കണം, അല്ലാണ്ട് മറ്റുള്ളവരെ കുറ്റം പറയല്ല വേണ്ടത്. ഞാനേ എന്തായാലും തെളിയിക്കും. നിങ്ങൾ എന്നെ കഴിവ് അംഗീകരിക്കും, നോക്കിക്കോ. നമ്മൾ അവൻ അംഗീകരിക്കണില്ല എന്നൊരു തോന്നല. പല സ്ഥലത്തും പ്രശ്നം ഉണ്ടാക്കി. അതെല്ലാം നമ്മൾ അവന് ഉപദേശിച്ചതും സാറ് ശകാരിച്ചതൊക്കെ അതൊക്കെ അവന് ഫീൽ ചെയ്ത് കാണും. മറ്റുള്ളവരെ അംഗീകരിക്കുന്നില്ല എന്നുള്ള തോന്നല്, അതാ അവന്റെ പ്രോബ്ലം. നിങ്ങൾ വന്നേ, നമുക്ക് ചർച്ച ചെയ്ത സമയം പോവുള്ളൂ. നമുക്ക് കളിക്കണ്ടേ, വേഗം നടക്ക്. ഒരു സംഗതി അല്പം സീരിയസ് ആണല്ലോ. അതെ സാറേ, പപ്പീസാകെ പ്രശ്നത്തിലാ. ഒരു ചെറിയ കാര്യത്തിന് ഇത്രയും ടെൻഷൻ. അല്ല, പപ്പീസിനെ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷിക്കുക? അതാണ് സാറേ ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും വഴി കണ്ടെത്തി പപ്പീസിനെ നമ്മൾ രക്ഷിക്കണം. തീർച്ചയായും സാറേ. എന്നാ ഞാൻ പോയിക്കോട്ടെ. എന്തെങ്കിലും വഴി ഈശ്വരൻ കാണിച്ചു തരാതെ. അതേ കോരു, എല്ലാം ഈശ്വരനിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാത്തിനും പരിഹാരം കാണാം. മോൻ ചെല്ലേ. ശരി സാർ.
എന്താ ഇപ്പൊ ഒരു ഐഡിയ? കോരു എന്തെങ്കിലും ഐഡിയ കണ്ടിട്ടുണ്ടാവും. ഹലോ, അതെ പറയൂ കോരു, കേൾക്കുന്നുണ്ട്. ഹലോ ഹലോ, ഛേ കട്ടായി പോയല്ലോ, റേഞ്ച് ഇല്ലായിരിക്കുമോ? ഹലോ, പറയ്. അതെയോ? ഓ, അതൊക്കെ റെഡിയാക്കാമെന്നേ. എന്ത് പ്രയോജനം? വേണം വേണം വേണം, ഞാൻ സംഘടിപ്പിക്കാമെന്നേ. ഓ, അതൊക്കെ ഞാൻ റെഡിയാക്കാമെന്ന് പറഞ്ഞില്ലേ? ഓക്കേന്ന്, അതേറിട്ട് കാണാം. ആവൂ, എൻ്റെ കഴിവ് ഞാൻ തെളിയിക്കും, മറ്റുള്ളവർ എന്നെ അംഗീകരിക്കും. ഇനി സമയം കളയാനില്ല, എത്രയും പെട്ടെന്ന് കോരുവിനെ കണ്ടേ പറ്റൂ. ദേ, എൻ്റെ കോരു അല്പം വൈകിപ്പോയി. കുറെ ബുദ്ധിമുട്ടിയാ ഞാൻ ഇവിടെ എത്തിയത് തന്നെ. അല്പം ബുദ്ധിമുട്ടിയാൽ എന്താ, പപ്പീസിനെ ഇനി എല്ലാവരും അംഗീകരിക്കില്ലേ? അതൊക്കെ ശരിയാ, എന്നാലും എല്ലാം ഞാൻ പറയാം, പപ്പീസ് പറയുന്നത് കേൾക്ക്. എന്റെ കോരു, എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നിവർന്ന് നിൽക്കണം. അതിനല്ലേ ഇതൊക്കെ. ഈ കയറ് കൊണ്ട് ഞാൻ എങ്ങനെ നിവർന്ന് നിൽക്കാനാ? ഈ കയറാ പപ്പീസിന്റെ ജീവിതം മാറ്റിവരയ്ക്കാൻ പോകുന്നത്. മനസ്സിലായില്ലല്ലോ. പറയാം, എല്ലാം പറയാം, ശ്രദ്ധാപൂർവം കേൾക്കണം. പണിവാളിയാൽ മറ്റുള്ളവരുടെ മുമ്പിൽ പപ്പീസ് വീണ്ടും ശത്രുവാകും. കാര്യം എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറ. പപ്പീസ്, ആ ഗംഭീറും കൂട്ടുകാരും വരുന്ന വഴിക്ക് ഈ കയർ കുറുകെ കെട്ടണം. അതുകൊണ്ട് എന്ത് പ്രയോജന? അവർ കയറ് തട്ടി വീഴണം. ബൈക്കിൽ കയർ തട്ടി വീണാൽ എന്തായിരിക്കും സ്ഥിതി? ആകെ പഞ്ചറായി പോകട്ടെ. വീണ് പഞ്ചറായ ഗംഭീറിനെയും കൂട്ടുകാരെയും പപ്പീസ് വേണം രക്ഷിക്കാൻ. അത് കൊള്ളാലോ, അത് കൊള്ളാം. പിന്നെ ഞാൻ ഹീറോ. എങ്ങനെയുണ്ട് ഈ ഐഡിയ? അടിപൊളി, വളരെ വളരെ നന്നായിട്ട് കൂട്ടുകാരാ, വളരെ നന്നായിട്ടുണ്ട്. സൂക്ഷിക്കണം, ഞാൻ പറഞ്ഞല്ലോ, പണിപാളിയാൽ പപ്പീസിന് തന്നെ പണി കിട്ടും. ഓക്കെ, ഞാൻ നോക്കിക്കൊള്ളാം ബാക്കി കാര്യം. എങ്കിൽ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ. വിജയ് ആയിക്കോട്ടെ. അല്ല കോരു, ഈ ബിഗ് ഷോപ്പിൽ എന്താ? അത് പിന്നെ അത് കുറച്ച് സാധനങ്ങളാ വീട്ടിലേക്കുള്ളത്. ഞാൻ പോയിക്കോട്ടെ, എനിക്ക് തിരക്കുണ്ട് കേട്ടോ. ബൈ. എത്ര നല്ല കൂട്ടുകാരനാ. ഇങ്ങനൊരു കൂട്ടുകാരനെ കിട്ടിയെന്ന് ദൈവമേ, നിന്നോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. എൻ്റെ ഈശ്വര, ഇവിടെ വന്ന് വീണ് നല്ല പരിക്ക് പറ്റണേ. ആര് വരുന്നുണ്ടല്ലോ? ഈശ്വര, പണിപാളി, ഇനിയിപ്പോ എന്തു ചെയ്യും? രക്ഷപ്പെട്ടു. ഇപ്പൊ സംഗതി ആകെ അബദ്ധമായി പോയേനെ. വാ വാ വാ, ഇങ്ങ് വാ, ഞാൻ കാട്ടിത്തരാം. വായോ വായോ, നിനക്കുള്ളത് ഞാനിപ്പൊ ശരിയാക്കി തരാം കേട്ടാ. അമ്പടകം പിള്ളേരെ, നിങ്ങൾക്ക് ഞാൻ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? ശരിയാക്കി തരാം. നീ ചെയ്യുന്നത് എന്താണെന്ന് നീ അറിയുന്നുണ്ടോ? നിന്റെ കൂട്ടുകാരെ അപകടത്തിൽ ചാടിച്ച് നിനക്ക് വലിയ ആളാവണോ? അയ്യോ, ഇത്രയും സാഹസം കാണിച്ച നിനക്ക് എല്ലാറ്റിനുമുള്ള കഴിവും ധൈര്യവും ഉണ്ടെന്ന് നീ മനസ്സിലാക്കുക. പറഞ്ഞത് ശരിയാണല്ലോ മോനെ. ഇതാരായി പറയുന്നത്? നിന്റെ ജീവിതം മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ളതല്ല, മറിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ളതാണ്. നിങ്ങൾ ആരാ? നിങ്ങൾ ആരാണെന്ന്? ഈശ്വര, ഇത് പാരത്.
ഏതായാലും പറഞ്ഞതൊക്കെ ശരിയാ. ഒന്നും വേണ്ട, എല്ലാം എല്ലാം പഴയതുപോലെ തന്നെ മതി. ആവോ, രക്ഷപ്പെട്ടു. വമ്പൻ സാർ പറഞ്ഞ സംഗതി ഏറ്റു. സാറിനെ സമ്മതിക്കണം, ഇത്തരമൊരു ഐഡിയ പറഞ്ഞു തന്നതിന്. ഓ, ഇനി എന്തായാലും ഓന്റെ അടുത്തേക്ക് ചെല്ലാം. എന്റെ പപ്പീസ എന്ത് പണിയാ കാണിച്ചത്? അവരിപ്പോ ഇതുവഴി പോയില്ലേ? അത് പിന്നെ കോരു, ഞാൻ പിന്നെ എല്ലാം പൊളിച്ചില്ലേ? ഒരു എനിക്ക് ദൈവവിളി ഉണ്ടായി. എനിക്ക് നല്ല ഉപദേശം കിട്ടി. എന്നെ തെറ്റിൽ നിന്നും ദൈവം നേരിട്ട് പിന്തിരിപ്പിച്ചു. സത്യാണോ? അതേന്ന്. എന്റെ എല്ലാ അഹങ്കാരവും തീർന്നു. ഞാൻ ഇപ്പൊ തന്നെ പോയി അവരോട് മാപ്പ് പറയാൻ പോവാ. അപ്പോ പപ്പീസിന് കഴിവ് തെളിയിക്കണ്ടേ? വേണ്ട കോരു, ഇനി ഞാൻ ദൈവഹിതം അനുസരിച്ച് ജീവിക്കും. തീർച്ച. ദൈവം തരുന്ന അംഗീകാരം മാത്രം മതി എനിക്ക്. വെരി ഗുഡ്. അനുഭവ പാഠങ്ങൾ നൽകുന്ന കൂട്ടുകാരുടെ അടുത്തു നിന്നും പോകാം ടിങ്കുവിന്റെ കുസൃതി വിരുന്നിലേക്ക്. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ടിങ്കു ഓരോ ദിവസവും ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ആ, എന്തൊക്കെ കാര്യങ്ങളാണ് രാവിലെ എഴുന്നേറ്റാൽ ചെയ്യാറുള്ളത്? ആ, ദൈവത്തിന് നന്ദി പറയും. ശരിയാണ്. കഴിഞ്ഞ ദിവസം കാത്തു പരിപാലിച്ച ദൈവത്തിന് നന്ദി പറയും. നല്ല സ്വഭാവമാണ്. പിന്നെന്താ ചെയ്യുക? പിന്നെ ആ ആ കുടുംബത്തോട് പ്രാർത്ഥിക്കുന്നു. ആ, കുടുംബാംഗങ്ങളോട് കൂടെ പ്രാർത്ഥിക്കും. അത് നല്ലൊരു സ്വഭാവമാണ്. രാവിലെ എല്ലാവരും കൂടെ ചേർന്ന് ദൈവത്തോട് നന്ദി പറയുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുക. പിന്നെ ഞാൻ പിന്നെ എന്താ ചെയ്യുക? ഞാൻ ബൈബിൾ വായിക്കുമോ? അതെന്താ ഇന്ന് വായിക്കാതിരുന്നത്? ടിങ്കു ചെയ്യുന്നതാണ്, പക്ഷെ ഇന്ന് വായിച്ചില്ലെന്നാ പറയുന്നത്. എന്താ പറ്റിയത്? അയ്യോ, അതെന്താ പറ്റിയത്? അല്ലാതെ ഓ, ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത് ബോറിംഗ് ആണെന്നോ? ഇല്ല ഇല്ല, ആരോടും പറയത്തില്ല. പിന്നെയോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓ, ഒന്നും മനസ്സിലാവുന്നില്ല. അതാണ് ഇത് ബോറിംഗ് ആണെന്ന് പറയാനുള്ള കാരണം. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് പിതാവിന് നമ്മോട് പറയാനുള്ള ഒരു സ്നേഹത്തിൻ്റെ കത്താണിത്. ഇപ്പം നമ്മുടെ കൂട്ടുകാരൊക്കെ നമുക്കൊരു കത്തയച്ചു. എത്ര താല്പര്യത്തോടു കൂടിയാണ് നാം ഇതെടുത്ത് വായിക്കുക, അല്ലേ? അതുപോലെ പിതാവിന്, ദൈവത്തിന് നമ്മോട് പറയാനുള്ള കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിളിലുള്ളത്. അത് വളരെ താല്പര്യത്തോടു കൂടെ നാം വായിക്കേണ്ടതാണ്. പിന്നില്ലാതെ ഏത് ഭാഗമാണ് ഇന്ന് ശരിക്കും നീ വായിക്കേണ്ടത്? എത്ര അധ്യായം? റോമർ 12-ന്റെ 1-2 വാക്യമാണ് ഇന്ന് ശരിക്കും നമ്മുടെ ടിങ്കു വായിക്കേണ്ടിയിരുന്നത്. ഓക്കെ, ആ വാക്യം എന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ? എനിക്കറിയാം. ഓക്കെ, ഞാൻ വായിക്കാം കേട്ടോ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. മനസ്സിലായില്ലല്ലേ? അങ്ങൾ പറഞ്ഞുതരാം. നാം ദൈവവചനം വായിക്കുമ്പോൾ അതിലെന്തെല്ലാമാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നാം ശരിക്കും വായിച്ചു നോക്കണം. ഈ പറഞ്ഞ വാക്യത്തിൽ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? തീർച്ചയായിട്ടും ദൈവഹിതത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ വാക്യത്തിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം. ദൈവഹിതം നാം തിരിച്ചറിയുന്നവരായിട്ട് മാറണം. ജീവിതത്തിലെ ഏത് കാര്യവും നാം എടുക്കുമ്പോൾ, തീരുമാനമെടുക്കുമ്പോൾ ഇത് ദൈവത്തിന് ഇഷ്ടമാണോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. എന്നാൽ ഇന്ന് മുതൽ അങ്ങനെ ചിന്തിക്കണം കേട്ടോ. ഈ വാക്യം വായിച്ചപ്പോൾ എന്താ മനസ്സിലായത്? ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയണം. അതെ, ദൈവഹിതത്തിൻ്റെ പ്രത്യേകത
ആ വാക്യത്തിൽ പറയുന്നുണ്ട്. അതിൽ നന്മയുണ്ട്, പൂർണ്ണതയുണ്ട്, ദൈവത്തിന് പ്രസാദകരവുമാണ്. അപ്പം നന്മയുള്ള ദൈവഹിതം, പൂർണ്ണതയുള്ള ദൈവഹിതം, പ്രസാദകരമായ ദൈവഹിതം എത്രയോ ശ്രേഷ്ഠമാണല്ലേ? അതെ അങ്കിൾ, ഇതൊന്നും ഞാൻ നോക്കിയിട്ടേ ഇല്ല. ആ മാത്രമല്ല, ഈ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യണമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? ഞാനൊന്ന് ഓർത്ത് നോക്കണ്ടേ. ആ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഈ ലോകത്തിന് അനുരൂപപ്പെടുവാനായിട്ട് പാടില്ല. നമ്മൾ പലപ്പോഴും ലോകത്തിലുള്ള വസ്തുക്കളെ ഇഷ്ടപ്പെടുന്നവരാണ്. എല്ലാ വസ്തുക്കളും നമുക്ക് ആവശ്യമുള്ളതല്ല, അല്ലേ? അതെ അങ്കിൾ. എന്നാൽ പലപ്പോഴും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതം തകർത്ത് കളയും. കൂട്ടുകാർ, എത്രയോ പേരാണ് ഈ ലോകത്തിലെ പല തെറ്റായ കാര്യങ്ങളും ഉപയോഗിച്ച് അവരുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയുന്നറിയാമോ? അങ്കിൾ, അങ്ങനെ ചെയ്താൽ ദൈവത്തിന് ഇഷ്ടമല്ല അല്ലേ? ഇല്ല, ഒരിക്കലും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണതെല്ലാം. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യുവാനായിട്ട് പാടില്ല. മാത്രമല്ല, രണ്ടാമതൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതെന്താ അങ്കിൾ? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അയ്യോ, അതെന്താ അങ്കിൾ? മനസ്സെന്ന് പറഞ്ഞാൽ എന്താ? എനിക്കറിയില്ല. നമ്മുടെ കൈ എന്ന് ചോദിച്ചാൽ എന്താ? ഞാൻ കാണിച്ചു കൊടുക്കും. തല എവിടെയാന്ന് ചോദിച്ചാലോ? അത് കാണിച്ചു കൊടുക്കും. കാലെവിടെയാന്ന് ചോദിച്ചാലോ? അത് ഞാൻ കാണിച്ചു കൊടുക്കും. എന്നാൽ മനസ്സ് എവിടെയാന്ന് ചോദിച്ചാലോ? അറിയില്ല എന്ന് പറയും. അപ്പം മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ചിന്തകളും നമ്മുടെ വാക്കുകളും രൂപപ്പെടുന്ന സ്ഥലമാണ് മനസ്സ്. അപ്പം മനസ്സിനെ നാം എന്ത് ചെയ്യണം? പുതുക്കണം, എന്നിട്ട് രൂപാന്തരപ്പെടണം. വലിയ കഴുകൻ ഒരുപാട് നാളുകളൊക്കെ ജീവിക്കുന്നതാണ് കഴുകൻ എന്ന് പറയുന്നത്. ഈ കഴുകൻ ചില സമയം വലിയ മലകളുടെ മുകളിലേക്ക് കയറിപ്പോവും. അവിടെ ഇരുന്ന് തൻ്റെ പപ്പെല്ലാം കൊത്തിപ്പറിക്കും. എന്നിട്ട് ഒരു രൂപാന്തരം തൻ്റെ ജീവിതത്തിലുണ്ടാകും, പുതിയ ശക്തി പ്രാപിക്കും. നാമും ദൈവസന്നിധിയിൽ ദിനവും ഇരുന്ന് നമ്മുടെ മനസ്സിനെ പുതുക്കി രൂപാന്തരം പ്രാപിക്കുന്നവരായി തീരണം. ഇത്ര അർത്ഥങ്ങളുണ്ടോ ഈ വാക്യത്തിൽ? അതെ, നാം ശരിക്കും ദൈവവചനം വായിച്ച് പഠിക്കുന്നവരാണെങ്കിൽ എന്തെല്ലാം സന്ദേശങ്ങളാണ് ഓരോ ദിവസവും ദൈവത്തിന് നമുക്ക് നൽകാനായിട്ടുള്ളത്. ഇന്ന് പഠിച്ച വാക്യത്തിൽ എന്താ ഉണ്ടായിരുന്നത്? ദൈവഹിതത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഓർമ്മയുണ്ട്, നന്മയുണ്ട്, ദൈവത്തിന് പ്രസാദമാണ്. തീർച്ചയായിട്ടും. എങ്ങനെയാണ് ദൈവഹിതം കണ്ടെത്തുക? ഈ ലോകത്തിന് അനുരൂപപ്പെടുവാനായിട്ട് പാടില്ല. പിന്നെ അനുസരിക്കണം. ഓ, വെരി ഗുഡ്. അപ്പം മനസ്സിലായോ ദൈവവചനം എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന്? എനിക്ക് മനസ്സിലായി. നാളെ ഞാൻ വായിക്കും. ഓക്കെ. അപ്പോൾ കൂട്ടുകാരെ, നാം ദൈവത്തിൻ്റെ വചനം മനസ്സറിഞ്ഞ് വായിക്കുമ്പോൾ ഒരുപാട് സന്ദേശങ്ങൾ ദൈവത്തിന് നമുക്ക് നൽകുവാനായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ള സന്ദേശങ്ങൾ അത് വായിക്കണമെങ്കിൽ നമ്മുടെ പിതാവ് നമുക്ക് എഴുതിയ കത്ത് പോലെ വളരെ ആഗ്രഹത്തോടുകൂടെ, വളരെ തീഷ്ണതയോടെ നാം വായിക്കുമ്പോൾ അത് നമ്മോട് സംസാരിക്കും. കാരണം ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. കൂട്ടുകാരും അടിയന്മാരായി മാറരുത് കേട്ടോ. ദൈവത്തിൻ്റെ വചനം വായിച്ച് നല്ല കുട്ടികളായി ഈ ഭൂമിയിൽ ജീവിക്കുക. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഓക്കേ. നർമ്മവും നന്മയും കലർന്ന ഇന്നത്തെ പ്രകടനം നിങ്ങൾക്ക് ഇഷ്ടമായോ? ആയാലും ആയില്ലെങ്കിലും കത്തുകൾ എഴുതുക. കത്തുകൾ അയക്കുന്ന വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. സന്തോഷവും ആനന്ദവും സമാധാനവും നിറഞ്ഞ ഒരു വാരം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.